പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം ഖുർആൻ തിരുത്തപ്പെടേണ്ട ചില ധാരണകൾ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഈ വിഷയത്തെ നമുക്ക് മൊത്തത്തിൽ മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന്, വിശുദ്ധ ഖുർആനിന്റെ അഖീദയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ തിരുത്തേണ്ട, ശ്രദ്ധിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ. രണ്ടാമത്തത്, ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മൂന്നാമത്തത്, ഖുർആനിനോട് ഒരു മുഅ്മിൻ സ്വീകരിക്കേണ്ട ആദാബുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെ മൊത്തത്തിൽ നമുക്കിതിനെ മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ഈ 3 പോയിന്റുകളിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഖുർആനിന്റെ ആദാബുകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ. അതൊരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. എന്നാൽ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ വിഷയം മാത്രം സംസാരിക്കാനാണ്. കാരണം നമുക്കിത് എണ്ണി ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും. 1, 2, 3, 4, 5, 6 ഇങ്ങനെ പോയിന്റുകളായിട്ട് എണ്ണി പറഞ്ഞുകൊണ്ട് പോകാൻ സാധിക്കുമെങ്കിലും പറയുന്ന വിഷയം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതായിരിക്കും നമുക്ക് ഉപകാരപ്പെടുക എന്നുള്ളത് കൊണ്ട് ഇന്നൊരൊറ്റ വിഷയം മാത്രം സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തത്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ചില ആളുകൾ, മുസ്ലിങ്ങളിൽപ്പെട്ട പല ആളുകളും ആടിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അവർ മുന്നിലേക്കാടും, പിന്നിലേക്കാടും, അതേപോലെ യമീൻ, ഷിമാൽ, വലതു ഭാഗത്തേക്കാടും, ഇടത് ഭാഗത്തേക്ക്. അതേപോലെ തന്നെ ചില ആളുകൾ തല കുലുക്കിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യും. വേറെ ചില ആളുകൾ ശരീരം മൊത്തത്തിൽ കുലുക്കിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യും. ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ വിധി എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രമാണം എന്ന് പറയുന്നത് ഒന്ന് ഖുർആനാണ്, രണ്ടാമത്തത് ഹദീസാണ്. ഖുർആനിലോ ഹദീസിലോ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ മുന്നിലേക്കും പിന്നിലേക്കും അല്ലെങ്കിൽ അവന്റെ വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും ആടിക്കൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്ന് സംബന്ധമായിട്ടുള്ള ഒരു തെളിവ് നമുക്ക് ഖുർആനിൽ കാണാൻ സാധ്യമല്ല. എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള ചില വിഷയങ്ങൾ, അങ്ങനെ പാടില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്ന ചില ആയത്തിന്റെ വിശദീകരണങ്ങൾ ഖുർആനിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഖുർആനിൽ ഇത് സംബന്ധമായിട്ട് തെളിവുകളൊന്നും നമുക്ക് കിട്ടൂല. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അത് പഠിപ്പിച്ചു കൊടുത്തത് സ്വഹാബികൾക്കാണ്. ഇങ്ങനെ ഖുർആൻ അവതരിപ്പിച്ച് കിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ ആടിയിരുന്നു, അല്ലെങ്കിൽ ശരീരം കുലുക്കിയിരുന്നു, അല്ലെങ്കിൽ തല കുലുക്കിയിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവും നമുക്ക് കിട്ടൂല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പഠിച്ചത്, ഖുർആൻ നേരിട്ട് കേട്ടത്, അത് മനസ്സിലാക്കിയത്, അതിന്റെ വിശദീകരണം ഉൾക്കൊണ്ടത് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹു ആണല്ലോ. അവരാരെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ ആടിക്കൊണ്ട് പാരായണം ചെയ്തതായിട്ട് ഒരു അസറിൽ പോലും നമുക്ക് കിട്ടൂല. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സ്വഹാബികൾ ചെയ്തിട്ടില്ല, അതിനുശേഷം വന്നിട്ടുള്ള താബീങ്ങളോ തബഉ താബീങ്ങളോ ചെയ്യാത്തൊരു സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ നൂറ്റാണ്ട് എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ആർക്കും പരിചയമില്ലാത്തൊരു സംഗതിയാണ് ഇങ്ങനെ ആടിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇതെങ്ങനെ മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്. ഇത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ തന്നെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ആടിക്കൊണ്ട് വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന രീതി ഒരിക്കലും മുസ്ലിങ്ങളുടെ രീതിയല്ല. അത് യഥാർത്ഥത്തിൽ അമുസ്ലിങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള രീതിയാണ്. ജൂതന്മാരിൽ നിന്ന്, അതേപോലെ തന്നെ ക്രിസ്ത്യാനികളിൽ നിന്ന്, അതേപോലെ സൂഫികൾ, അതേപോലെ തന്നെ റാഫിദുകൾ, മുശ്രിക്കുകൾ, ഇവർ അവരുടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ, അവരുടെ വേദഗ്രന്ഥം വായിക്കുമ്പോൾ അവരുടെ ശരീരം ഇങ്ങനെ കുലുക്കാറുണ്ടായിരുന്നു, ആട്ടാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ ഒരു സമ്പ്രദായം മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ ആടിക്കൊണ്ട് പാരായണം ചെയ്യുക, അല്ലെങ്കിൽ തല കുലുക്കിക്കൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും മുസ്ലിങ്ങളുടെ രീതിയായിട്ട് അറിയപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയല്ല. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മറ്റു പല വിഷയങ്ങളിലും മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളോട് സാദൃശ്യം കാണിക്കുന്നത് പോലെ തന്നെ അവരോടുള്ള തശാബുഹ് ഈ വിഷയത്തിലും കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയ സംബന്ധമായിട്ട് ഈ നിലപാട് നമ്മൾ തിരുത്തണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പൊ അത് ശരിയല്ല എന്നുള്ളത് പറയാനുള്ള കാരണം അതാണ്. ഒന്ന്, ഖുർആനിലോ ഹദീസിലോ അത് സ്ഥിരപ്പെട്ടിട്ടില്ല, സ്വഹാബത്ത് ഇത് കാണിച്ചു തന്നിട്ടില്ല, അതേപോലെ തന്നെ ഉത്തമ നൂറ്റാണ്ടിലുള്ള ആരും ഇത് ചെയ്തിട്ടില്ല. പിന്നീട് ഇത് അറിയപ്പെട്ടിട്ടുള്ളത് അമുസ്ലിങ്ങളുടെ രീതിയായിട്ടാണ്. അപ്പോൾ അത് പറയുന്നതിന്റെ മുമ്പ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിശുദ്ധ ഖുർആനിലൊരു ആയത്തുണ്ട്. ആ ആയത്തും അതിന്റെ തഫ്സീറും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ് ആയത്ത്? അറാഫിലെ 204-ാമത്തെ ആയത്ത്. വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം. ഫസ്തമിഉ ലഹു വഅൻസിതു, നിങ്ങൾ മൗനം പാലിക്കണം.
നിങ്ങൾ നിശബ്ദരാകണം, നിങ്ങളത് ശ്രദ്ധിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളതിന്റെ ആയത്ത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. ആറാഫിലെ 204 ആയത്തിന്റെ തഫ്സീർ നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അദ്ദേഹം ഇവിടെ എന്താണ് ഇൻസാത്ത്, എന്താണ് ഇസ്തിമാ എന്നുള്ളതിനെ വിശദീകരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് അന്നൽ ഇൻസാത്ത ഫിൽ ലാഹിരി ബിതർക്കി തഹദ്ദുസ് അവിൽ ഇസ്തിആൽ ബിമാ യുഷ്ഇലു അൻ ഇസ്തിമായി. അദ്ദേഹം പറയുന്നത് ഇൻസാത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസാരങ്ങൾ ഒഴിവാക്കലാണ്. അതേപോലെ തന്നെ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നതിനെ തൊട്ട് അവന്റെ ശ്രദ്ധ തിരിച്ചു കളയുന്ന കാര്യങ്ങളും ഒഴിവാക്കലാണ്. 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സംസാരങ്ങൾ ഒഴിവാക്കുക. സംസാരം അത് അനുവദിക്കപ്പെട്ടതുണ്ട്. നമ്മുടെ 2ാമത്തെ വിഷയത്തിൽ വരുന്ന സംഗതി അതാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ പാരായണം നമ്മൾ കേൾക്കുമ്പോൾ സംസാരിക്കുക, അത് എത്രത്തോളം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ വിഷയത്തിൽ വരുന്നുണ്ട്. കാരണം അതിലൊക്കെ ഒരുപാട് തസാഹുൽ ആളുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അദ്ദേഹം ഇൻസാത്തിനെ വിശദീകരിക്കുന്നത് ഒന്ന് സംസാരങ്ങൾ ഒഴിവാക്കുക, രണ്ടാമത്തത് ഒന്നുകൂടി ശ്രദ്ധിക്കണം. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുന്നതിനെ തൊട്ട് ഒരാളുടെ ശ്രദ്ധ തിരിച്ചു കളയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇസ്തിമാഇനെ അദ്ദേഹം വിശദീകരിക്കുന്നത് അമ്മൽ ഇസ്തിമാഉ ലഹു ഫഹുവൻ യുൽഖിയ സമഹു, അവന്റെ ചെവി കൊടുക്കലാണ്. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ ചെവി കൊടുക്കലാണ്. അതേപോലെ തന്നെ വയുഹ്ലിർ ഖൽബഹു, അവൻ മനസ്സാന്നിധ്യത്തോടുകൂടി അത് കേൾക്കലാണ്. വയതദബ്ബർ മാ യസ്തമി, എന്താണ് അവൻ കേൾക്കുന്നത് അത് ചിന്തിക്കലാണ്. ഇതാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത്. ഏതിനെ? ഇസ്തിമാഇനെ അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പൊ ചെവി കൊടുക്കണം, മനസ്സാന്നിധ്യത്തോടു കൂടിയിട്ടിരിക്കണം, ഖുർആന്റെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെടുന്നത് എന്താണ് അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വിശദീകരണം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ തല കുലുക്കിക്കൊണ്ട് പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ മുന്നിലേക്കും പിന്നിലേക്കും ആടിക്കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ യമീനിലേക്കും ഷിമാലിലേക്കും ആടിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട ഇൻസാത്തും ഇസ്തിമാഉം അയാൾ പരിഗണിക്കുന്നുണ്ടോ അല്ലേ? ഈ പറയപ്പെട്ട ആയത്തിന് വേറെ പ്രധാനപ്പെട്ട 1-2 വിശദീകരണങ്ങളുണ്ട്. നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല, അത് നിർബന്ധമാണ്. വേറെ സംസാരങ്ങൾ പാടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള ആയത്താണ്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട തഫ്സീറുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ആയത്തുകൾ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഈ പറയപ്പെട്ട ഇൻസാത്തിനും ഇസ്തിമാഇനും എതിരാണ് ഈ പറയപ്പെട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അത് ഖുർആനിനോട് കാണിക്കുന്ന അദബ് കേടാണ്, ഇങ്ങനെ ആടിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. ചില ആളുകൾക്ക് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആടാതെ ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റാത്ത ആളുകൾ പോലും ഉണ്ട്. അവർ ഖുർആൻ എടുത്താൽ ആദ്യം ആടാൻ തുടങ്ങും. വലത് ഭാഗത്തേക്ക് ഇടത് ഭാഗത്തേക്ക് മുന്നിക്കും പിന്നിക്കും തല കുലുക്കിയിട്ടൊക്കെയാണ് അവരത് ചെയ്യാറുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ ഒന്ന് അത് ഖുർആനോട് കാണിക്കുന്ന അദബുകേടാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഈ പറഞ്ഞിട്ടുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. ഈ പറഞ്ഞിട്ടുള്ള ഇൻസാത്തിനും ഇസ്തിമാഇനും അത് എതിരാകുന്നു. അപ്പൊ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ എന്നുള്ളതാണ് ഖുർആന്റെ കൽപ്പന. ഒന്ന്. അപ്പൊ ഒന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ വന്നിട്ടുള്ള അതിന്റെ ശറഹ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ തെളിവ്. ഇത്തരത്തിലുള്ള ആട്ടവും കുലുക്കവും ഒഴിവാക്കണമെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഇത് അമുസ്ലിങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള രീതിയാണെന്ന് പറയാനുള്ള കാരണം അത് ചരിത്രപരമായിട്ട് തന്നെ നമ്മുടെ അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ജൂതന്മാർക്ക് എങ്ങനെ യഹൂദികൾ എന്നുള്ള പേര് വന്നു. യഹൂദികൾ എന്നുള്ളതാണല്ലോ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് എങ്ങനെ ആ പേര് കിട്ടി? അതിനെക്കുറിച്ചുള്ള ചർച്ച തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്. ആ പേര് കിട്ടാനുള്ള കാരണം ഒന്ന്, മവദ്ദത്ത് എന്നുള്ള പേര്, അതായത് അൽ ഹവാദത്ത്, അൽ ഹവാദത്ത് എന്നുള്ള പദത്തിൽ നിന്നാണ് യഹൂദികൾ എന്ന പേരുണ്ടായത്. ഹവാദത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മവദ്ദത്താണ്. അതേപോലെ തന്നെ തഹവ്വുദ് എന്നുള്ള പദത്തിൽ നിന്നാണ് യഹൂദികൾ എന്നുള്ള പേരുണ്ടായത്. തഹവ്വുദ് എന്ന് പറഞ്ഞാൽ തൗബ എന്നുള്ളതാണ്. അതിന്റെ വിശദീകരണങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് തഹവ്വുദ് എന്നുള്ള പേര് അവർക്ക് കിട്ടി, അല്ലെങ്കിൽ അൽ ഹവാദത്ത് എന്നുള്ള പേര് അവർക്ക് കിട്ടി എന്നുള്ളതിന്റെയൊക്കെ വിശദീകരണങ്ങൾ വരുന്നു. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പൊ രണ്ടാമതൊരു കാരണം പറഞ്ഞിട്ടുള്ളത് അതാണ്. മൂന്നാമതൊരു കാരണം പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്കളിലെ മൂത്ത ആളുടെ പേര് യഹൂദ എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് യഹൂദികൾക്ക് യഹൂദികൾ എന്നുള്ള പേര് കിട്ടിയത് എന്നുള്ളതാണ് വന്നിട്ടുള്ള മൂന്നാമത്തെ അഭിപ്രായം. എന്നിട്ട് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞ്, ആ ചർച്ചകളൊക്കെ പറഞ്ഞതിന് ശേഷം അബൂ അംർ ഇബ്നുൽ അലാ റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്നുള്ള നാലാമത്തെ കാരണം വിശദീകരിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഈ കാര്യമാണ്.
അവർക്ക് യഹൂദികൾ എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം അന്നഹും യതഹവ്വദൂൻ എന്നുള്ളതാണ്. അവർ തഹവ്വുദ് ചെയ്യുന്ന ആളുകളാണ്. അതിന്റെ വിശദീകരണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യതഹവ്വദൂൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യതഹറകൂന ഇൻദൽ ഖിറാഅത്തി തൗറാത്ത്. തൗറാത്ത് വായിക്കുമ്പോൾ അവരിങ്ങനെ ഇളകും, അവരിങ്ങനെ ചലിക്കാറുണ്ടായിരുന്നു, അവരിങ്ങനെ ഇളകാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ആ പേര് കിട്ടിയത്. അതാര് വിശദീകരിക്കാണ്? അംർ ഇബ്നുൽ അലാ റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്നുള്ള വന്നിട്ടുള്ള വിശദീകരണമാണ്. വയഖൂലൂന, എന്നിട്ട് അവർ പറയുമായിരുന്നു, ഇന്നസ്സമാവാതി വൽ അർള്, ആകാശങ്ങളും ഭൂമിയും തഹറകത്ത്, അത് ചലിക്കാൻ തുടങ്ങി, ചലിച്ചു. ഹീന ആതല്ലാഹു മൂസ അത്തൗറാത്ത്, മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തൗറാത്ത് കൊടുത്തപ്പോ ആകാശങ്ങളും ഭൂമികളും ചലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? തൗറാത്ത് വായിക്കുമ്പോൾ അവരിങ്ങനെ ഇളകാറുണ്ടായിരുന്നു, ചലിക്കാറുണ്ടായിരുന്നു, തല കുലിക്കാറുണ്ടായിരുന്നു, ശരീരം മുന്നോട്ടും പിന്നോട്ടും ആട്ടാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യഹൂദികൾക്ക് ആ പേര് വന്നത്. ഇത് ഞാൻ കണ്ടുപിടിച്ച വിശദീകരണമല്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിന്നാണ് ഞാനിത് വായിച്ചത്. ഇബ്നു കസീറിന്റെ തഫ്സീറിൽ മാത്രമല്ല, ഏതാണ്ട് മുഫസ്സിരീങ്ങളൊക്കെ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യഹൂദികൾക്ക് യഹൂദികൾ എന്ന് പേര് കിട്ടാനുള്ള കാരണം. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ തല ആട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ശരീരം ആട്ടിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നത് ഖുർആനോടുള്ള അദബ് കേടാണ്, അത് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് ആയത്തിന്റെ ഒരു വിശദീകരണം. രണ്ടാമത് പറഞ്ഞത് അത് യഹൂദികളിൽ നിന്ന് വന്നതാണ്. അതിന്റെ തെളിവ് പറഞ്ഞു. യഹൂദികൾക്ക് ആ പേര് കിട്ടാനുള്ള കാരണം തന്നെ എന്താണ്? അവർ ഇങ്ങനെ ആടിക്കൊണ്ടായിരുന്ന തൗറാത്ത് ഓതിയിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആ പേര് കിട്ടിയത്. ഇബ്നുൽ അസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ അദ്ദേഹത്തിന്റെ അന്നിഹായിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ലാ തകൂനു മിസ്ലൽ യഹൂദി, നിങ്ങൾ യഹൂദികളെപ്പോലെ ആയിത്തീരരുത്. ഇദാ നശറു അത്തൗറാത്ത നാദു, അവരെന്ത് ചെയ്യും? തൗറാത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ തൗറാത്ത് തുറന്നു വച്ചാൽ അവർ നാദു. അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുള്ളത് നാദയനൂദു ഇദാ ഹറക റഅസഹു വ അക്താഫഹു, ഒരാൾ അയാളുടെ തലയും ചുമലുകളും ചലിപ്പിക്കുന്നതിനാണത് പറയാം. അപ്പൊ യഹൂദികൾ തൗറാത്ത് തുറന്നാൽ, തൗറാത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? അവരുടെ തലയും അവരുടെ ചുമലുകളും ശരീരം ഇങ്ങനെ കുലുക്കാറുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ആയിത്തീരരുത് എന്നുള്ളത് ഇബ്നുൽ അസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അതേപോലെ തന്നെ അബൂബക്കർ ഇബ്നു മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ജൂതന്മാരെ കുറിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, യഹൂദികളെ കുറിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, ഫലമ്മാ നശറൽ അൽവാഹ, മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തൗറാത്ത് കൊടുത്തു. അങ്ങനെ അദ്ദേഹം ആ ഏടുകൾ തുറന്നപ്പോൾ ഫിഹാ കിതാബുല്ലാഹി കതബഹു ബിയദിഹി, അതിൽ അള്ളാഹുവിന്റെ കൈകൊണ്ട് എഴുതിയിട്ടുള്ള അവന്റെ വചനങ്ങളുണ്ട്. ആ തൗറാത്ത് അള്ളാഹു അവന്റെ കൈകൊണ്ട് എഴുതിയതാണ് എന്നുള്ളത് ഹദീസുകളിൽ വന്നതാണ്. അള്ളാഹു അവന്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ അള്ളാഹു അവന്റെ കൈ കൊണ്ട് എഴുതിയിട്ടുള്ളതുമായിട്ടുള്ള ബന്ധപ്പെട്ട അഖീദാപരമായിട്ടുള്ള വേറെ ചർച്ചകൾ കാണാം. എന്താണെങ്കിലും ആ തൗറാത്ത് തുറന്നു. ലം യബ്ഖ അലാ വജ്ഹിൽ അർളി ജബലുൻ വലാ ഷജറുൻ വലാ ഹജറുൻ ഇല്ലാ ഇഹ്തസ്സ. അങ്ങനെ ആ തൗറാത്ത് കൊടുത്തപ്പോൾ ഭൂമിയിലുള്ള ഏതൊരു മരം, അതേപോലെ തന്നെ കല്ലുകൾ, അതേപോലെ തന്നെ പർവ്വതങ്ങൾ കുലുങ്ങിയിട്ടല്ലാതെ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്തു? ഭൂമിയിലുള്ള മരങ്ങളും കല്ലുകളും പർവ്വതങ്ങളുമൊക്കെ കുലുങ്ങി എന്നുള്ളതാണ്. ഒരാളും തന്നെ കുലുങ്ങാതിരുന്നിട്ടില്ല എന്നുള്ളതാണ്. ഫലൈസല്യവുമ യഹൂദിയുൻ അലാ വജ്ഹിൽ അർളി സഗീറുൻ വലാ കബീറുൻ. അതുകൊണ്ട് തന്നെ ഇന്ന് ഭൂമി ലോകത്തുള്ള ഏതൊരു യഹൂദിയാകട്ടെ, സഗീറാകട്ടെ കബീറാകട്ടെ, ചെറിയ യഹൂദിയാകട്ടെ വലിയ യഹൂദിയാകട്ടെ, തുർഖറു അലൈഹി തൗറാത്ത് ഇല്ലാ ഇഹ്തസ്സ വനഫദ ലഹാ റഅസഹു, അവന് തൗറാത്ത് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കപ്പെട്ടാൽ, തൗറാത്ത് വായിക്കപ്പെടുമ്പോൾ അവൻ എന്ത് ചെയ്തിട്ടല്ലാതെ? അവന്റെ തല കുലുക്കും, അവന്റെ ശരീരം കുലുക്കിയിട്ടല്ലാതെ. ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ ആടിക്കൊണ്ട് വേദഗ്രന്ഥം പാരായണം ചെയ്യുക എന്നുള്ളത്, ശരീരം കുലുക്കിക്കൊണ്ട് ഇത് പാരായണം ചെയ്യുക എന്നുള്ളത് യഹൂദികളുടെ രീതിയാണ് എന്നുള്ളത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി യഹൂദികളും റാഫിദകളും തമ്മിലുള്ള സാമ്യതകളുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. യഹൂദികളും റാഫിദകളും തമ്മിലുള്ള സാമ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മിൻഹാജു സുന്നയിൽ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ആ ചർച്ചയിൽ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അൽ യഹൂദ് തനൂദ് ഫിസ്വലാത്തി വകദാലിക അർ-റാഫിദ, യഹൂദികൾ എന്ത് ചെയ്യാറുണ്ട്? അവരുടെ പ്രാർത്ഥനയിൽ, അവരുടെ നിസ്കാരത്തിൽ അവർ അവരുടെ ശരീരവും അവരുടെ ചുമലുകളും കുലുക്കാറുണ്ട്, അവരുടെ ശരീരം കുലുക്കാറുണ്ട്. അതേപോലെ തന്നെ റാഫിദകളും ചെയ്യാറുണ്ട്. അതായത് റാഫിദകളും
യഹൂദികളും ജൂതന്മാരും തമ്മിലുള്ള സാദൃശ്യങ്ങൾ വിശദീകരിക്കുന്നിടത്താണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത് എന്ത്? യഹൂദികൾ ചെയ്യുന്നത് പോലെ. യഹൂദികളുടെ നിസ്കാരത്തിൽ കുലുങ്ങാറുണ്ട്. അവരുടെ ശരീരഭാഗങ്ങൾ, അവരുടെ തലയും ചുമലുകളൊക്കെ കുലുക്കാറുള്ളത് പോലെ ആരും ചെയ്യാറുണ്ട്? റാഫിളകളും ചെയ്യാറുണ്ട്. മിൻഹാജ് സുന്നയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ബക്കർ അബൂ സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സലഫി പണ്ഡിതന്മാരിൽ പ്രഗത്ഭനാണ്. നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ ബിദഉൽ ഖുറാ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ബിദഉൽ ഖുറാ, നമുക്ക് അതിന്റെ PDF ഒക്കെ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ അദ്ദേഹം അൽ മബ്ഹസ് സാലിസ്, മൂന്നാമത്തെ ചർച്ച, ആ ഗ്രന്ഥത്തിന്റെ 43-ാമത്തെ പേജിൽ മൂന്നാമത്തെ ചർച്ചയായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നത് ഈ വിഷയമാണ്. ബിത്തഹറുക്കി ഇൻദൽ ഖിറാ, ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ കാര്യങ്ങൾ, ബിദ്അത്തുകൾ എന്നുള്ള വിഷയത്തിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള ആ ഗ്രന്ഥത്തിന്റെ മൂന്നാമത്തെ ചർച്ച ഇതാണ്. എന്ത്? ഫിത്തഹറുക്കി ഇൻദൽ ഖിറാ, ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ തഹറുക്ക്, ചലിക്കുന്ന, ശരീരം ചലിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ആണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം അതിൽ ചില കാര്യങ്ങൾ പറയുന്നത്, ഇഷ്തദ്ദത് കലിമത്തു ഉലമാഇൽ അൻദലുസ് ഫിൻ നകീരി അല തമായുലി വൽ ഇഹ്തിസാസി വത്തഹറുക്കി. അദ്ദേഹം വിശദീകരിക്കുകയാണ്, അന്തലുസിലെ ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അതായത് അവർ ശക്തമായി അപലപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തിനാണ് ആലപിക്കുന്നത്? ഫിന്നക്കീരി, എതിർത്തുകൊണ്ട് അവർ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് അന്തലുസിലെ പണ്ഡിതന്മാർ. എന്തിനെ? അല തമായുൽ, തമായുൽ എന്ന് പറഞ്ഞാല് ചായുകയും ചെരിയുകയും ചെയ്യുക, വല്ല എത്തിസാസ് കുലുങ്ങുക, ഒത്തഹറുക്ക് ചലിക്കുക. എപ്പോ? ഇന്ത ഖിറാഅത്തിൽ ഖുർആൻ, കണ്ടോ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കുലുങ്ങുക, ആടുക, ഇതിനൊക്കെ അവർ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. അവരതിന് പറഞ്ഞ കാരണം അന്നഹാ ബിദ്അത്തു യഹൂദിൻ, അത് യഹൂദികൾ ഉണ്ടാക്കിയ ബിദ്അത്താണ്. നേരത്തെ ഇതിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ. ഇത് ബക്കർ അബൂ സയ്യിദിന്റെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥത്തിൽ നിന്നുള്ള വാക്കുകളാണ് വായിക്കുന്നത്. അതെന്ത് ചെയ്തു? ആ യഹൂദികളുടെ രീതി തസറബത്ത് ഇലൽ മശാരിഖത്തിൽ മുശ്രിക്കീന, അത് പിന്നീട് പൗരസ്ത്യൻ മിസ്റിലേക്ക് അത് കടന്നു വന്നു. വലം യകുൻ ശൈഉം മിൻ ദാലിക മഅ്സൂറൻ അൻ സ്വാലിഹി സലഫി ഹാദിഹിൽ ഉമ്മ, ആ വിഷയത്തിൽ ഒന്നും തന്നെ നമ്മുടെ ഉത്തമരായ പൂർവികരിൽ നിന്ന് ഒരു അസറും തന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബക്കർ അബൂ സയ്യിദ് പറയാണ്. അത് പിന്നീട് യഹൂദികളിൽ നിന്ന് കടന്നു വന്നതാണ്. അതങ്ങനെ മിസ്റിലെ ആളുകൾക്കിടയിലേക്ക് അത് വ്യാപിച്ചു. അതിനെ സംബന്ധിച്ചുള്ള വേറെയും ചില ചർച്ചകൾ അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ ഹയ്യാന്റെ വാക്കായിട്ട് അദ്ദേഹം തഫ്സീറിൽ എടുത്ത് ഉദ്ധരിച്ച വാക്ക് ബക്കർ അബൂ സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു കൊടുത്തിട്ടുണ്ട്. അബൂ ഹയ്യാൻ അൽ അൻദലുസി അദ്ദേഹം പറഞ്ഞു, വഖദ് സറത്ത് ഹാദിഹിൻ നസ്അ, ഈ പ്രവണത കടന്നു കയറിയിട്ടുണ്ട്. ഇലാ ഔലാദിൽ മുസ്ലിമീന ഫീമാ റഅയ്തു ബിദിയാരി മിസ്ര, മിസ്റിലുള്ള മുസ്ലിം വിദ്യാർത്ഥികളിലേക്കും മുസ്ലിം കുട്ടികളിലേക്കും ഈ ഒരു പ്രവണത കടന്നുകൂടിയിട്ടുണ്ട്. എന്താണ് ആ പ്രവണത? തറാഹും ഫിൽ മക്തബി, അവരുടെ ലൈബ്രറികളിൽ ചെന്നാൽ, അവരുടെ പാഠശാലകളിൽ ചെന്നാൽ നിലക്ക് കാണാം. ഇദാ ഖറഉ അൽ ഖുർആന, അവർ അവരുടെ പാഠശാലകളിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ യഹ്തസൂൻ വയുഹർരികൂന റൂസഹും, അവരുടെ തലകൾ ഇങ്ങനെ കുലുക്കും, തലകൾ ഇങ്ങനെ ആട്ടും. ആര്? ഈ മിസ്റിലെ സ്കൂളുകളിൽ ചെന്നാലും മദ്രസകളിൽ ചെന്നാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്നുള്ളത് അബൂ ഹയ്യാന്റെ വാക്കെടുത്തിട്ട് ഉദ്ധരിക്കുകയാണ്. വഅമ്മാ ഫീ ബിലാദിനാ ബിൽ അൻദലുസ്, എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ, ആര്? അബൂ ഹയ്യാൻ പറയണം, റഹ്മത്തുള്ളാഹി പറയണം, ഞങ്ങളുടെ നാട്ടിൽ അൻദലുസിൽ വൽ ഗറബി, അതേപോലെ തന്നെ പടിഞ്ഞാറിലും, ഫലൗ തഹറക സഈറുൻ, ചെറിയൊരു കുട്ടി തല കുലുക്കുകയാണെങ്കിൽ പോലും ഇന്ത ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ തല കുലുക്കുകയാണെങ്കിൽ അദ്ദബഹു മുഅദ്ദിബുൽ മക്തബി, ആ മദ്രസയിലെ അല്ലെങ്കിൽ ആ പാഠശാലയിലെ ഉസ്താദ് അവനെ മര്യാദ പഠിപ്പിക്കും. വഖാല ലഹു, എന്നിട്ട് അവനോട് പറയും, ആ വിദ്യാർത്ഥിയോട് പറയും, ലാ തതഹറക് ഫതുശബ്ബിഹിൽ യഹൂദ ഫി ദിറാസ, നീ ഇങ്ങനെ തലാട്ടരുത്, നീ ഇങ്ങനെ ശരീരം കുലുക്കരുത്, അങ്ങനെ ചെയ്താൽ നീ പഠനത്തിൽ എന്താകും? യഹൂദികളെ പോലെ ആയിത്തീരുമെന്ന് പറയുമായിരുന്നു എന്നുള്ളതാണ്. ഇത് ബഹറുൽ മുഹത്തിൽ പറഞ്ഞതായിട്ട് ബക്കർ അബൂ സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി എടുത്ത് ഉദ്ധരിക്കുകയാണ്. തുവൈജിരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട്. അതില് അധിക മുസ്ലിങ്ങളും മുശ്രിക്കുകളോട് സാദൃശ്യരായി തീർന്നിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ സാബി വസ്സലാസോൻ 37-ാമത്തെ കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സംഗതിയാണ്. തുവൈജിരി അദ്ദേഹം പറഞ്ഞു, മിനത്ത് തശബ്ബുഹി, അതിൽപ്പെട്ടതാണ്, അവരോട് സാദൃശ്യം കാണിക്കുന്നതിൽപ്പെട്ടതാണ്, ബി അഅദാ ഇല്ലാഹി തആല, അല്ലാഹുവിന്റെ ശത്രുക്കളോട് തശബ്ബുഹ് കാണിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. മാ യഫ്അലുഹു കസീറുൻ മിനൻ നാസി, ജനങ്ങളിൽ അധിക പേരും ചെയ്യുന്ന ഈ സംഗതി എന്ത്? മിനൽ ഇഹ്തിസാസ് വ തഹരീഖിർ റഊസ് ഇൻദ ഖിറാഅത്തിൽ ഖുർആൻ,
ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ തലകൾ ഇളക്കുക, അതേപോലെ തന്നെ ശരീരം കുലുക്കുക എന്നുള്ളത് അന്നൽ യഹൂദ കാനത്ത് തഫ്അലു മിസ്ല ദാലിക ഇൻദ ഖിറാഅത്തി തൗറാത്ത്, അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നത് ആരാണ്? ജൂതന്മാർ അവരുടെ തൗറാത്ത് വായിക്കുമ്പോൾ ചെയ്യാറുണ്ടായിരുന്ന ആ സംഗതി, അവർ ചെയ്തിരുന്നു എന്ന് സ്ഥിരപ്പെട്ടിരുന്ന സംഗതി ഇന്ന് ആര് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? മുസ്ലിങ്ങളിൽ അധിക പേരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവരുടെ തലകൾ കുലുക്കും, അതേപോലെ തന്നെ അവരുടെ ശരീരം കുലുക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബക്കർ അബൂ സെയ്ദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ആ ബിദഉൽ ഖുറാ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് ഇതിന്റെ സത്യം. എനിക്ക് തോന്നുന്നത് ഈ ചില തഹ്ഫീൽ പഠിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയാലുണ്ടല്ലോ, ആദ്യം ജൂതന്മാരതൊന്ന് കണ്ടുവെക്കുക, യൂട്യൂബിൽ കിട്ടും. ജൂതന്മാർ തൗറാത്ത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അത് അവർ ശക്തിയായിട്ട് ആടുന്നത് കാണാം, മുന്നിലേക്കും പിന്നിലേക്കും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ചില മർക്കസുകളിലൊക്കെ പോകുമ്പോൾ ഈ കുട്ടികൾ അവരങ്ങനെ പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആടാതൊരു കുട്ടി ഖുർആൻ പാരായണം ചെയ്താൽ ചിലപ്പോൾ അധ്യാപകന് വടിയെടുത്തിട്ട് അടിക്കും, അങ്ങനെ തോന്നുന്നത്. ഈ ഖുർആൻ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഖുർആൻ പഠിക്കുമ്പോൾ ആടുന്ന രീതി പോലും പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് തോന്നുക. ആ രൂപത്തിൽ ശക്തിയായിട്ട് കുട്ടികൾ ആടുന്നത് കാണാം. ഞാൻ പല സ്ഥലത്തും എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളൊരു സംഗതിയാണത്. മുന്നിലേക്കും പിന്നിലേക്കും, അതേപോലെ ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും, അതേപോലെ തന്നെ തല കുലുക്കുക, ഇങ്ങനെ ആ രീതികൾ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ യഹൂദികൾ ചെയ്യുന്ന അതേ ഒരു രീതി, അതേ ഒരു മോഡലാണ്. നിങ്ങൾക്കത് യൂട്യൂബ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു രീതി അതേപോലെ ഫോട്ടോകോപ്പി പോലെ, ഫോട്ടോസ്റ്റാറ്റ് പോലെ നമ്മുടെ കുട്ടികളിലേക്കും വന്നിരിക്കുകയാണ്. അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് പോലും നമ്മൾ സംശയിക്കണം. ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ, ഖുർആൻ ഹിഫ്ളാക്കുമ്പോൾ അത് പഠിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ആ രൂപത്തിലാണ് കുട്ടികൾ ആടുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അത് ഇങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ഒരു രീതിയല്ല. അതിങ്ങനെ യഹൂദികൾ ചെയ്തിരുന്നു, അതേപോലെ തന്നെ മുശ്രിക്കുകൾ ചെയ്തിരുന്നു, റാഫിലത്തിന്റെ ആളുകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നീട് അത് വന്നത് സൂഫികളാണ്. സൂഫികളുടെ ആരാധന എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, മൊത്തത്തിൽ ഒരു ആടലും കുലുക്കലും, അവരുടെ ദിക്റുകളാണെങ്കിലും അവരുടെ മറ്റുള്ള ആരാധനാ രീതികളൊക്കെ അങ്ങനെ തന്നെയുള്ളൂ. ശരീരം ശക്തിയായിട്ട് മുന്നോട്ട് പിന്നോട്ട് ചലിപ്പിക്കുക, ആടുക, കറങ്ങുക, അതൊക്കെ നമുക്ക് കാണാൻ തന്നെ സാധിക്കുമല്ലോ. അത് സൂഫികൾ. ആ സൂഫികളുടെ രീതിയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്? അവർക്ക് പ്രത്യേകമായിട്ടുള്ള പിന്നെ ഒരു ഹാവഭാവാദികളൊക്കെ ഉണ്ടാവുമല്ലോ സൂഫികൾക്ക്. അപ്പൊ യഹൂദികളിൽ നിന്ന് വന്നിട്ടുള്ളത് അത് സൂഫികളിലേക്ക് വന്നു. സൂഫികളിലൂടെ അത് മുസ്ലിങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അത് അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപിച്ചതാണെന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല. അത് അഹ്ലുസുന്നത്തിന്റെ മുൻകാലക്കാരായ ഉലമാക്കൾ തന്നെ, അഹ്ലുൽ ഇൽമ് തന്നെ നമുക്ക് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അത് യഹൂദികളുടെ രീതിയാണ്, അഹ്ലു കിതാബുകാരുടെ രീതിയാണ്. അത് പിന്നീട് അങ്ങനെ സൂഫികളിലേക്ക് വന്നു, പിന്നീട് അതങ്ങനെ മുസ്ലിങ്ങളിലേക്ക് വന്നു. അപ്പൊ അതങ്ങനെ മുസ്ലിങ്ങളുടെ രീതിയല്ല. ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഓഡിയോ കിട്ടും. അതിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇങ്ങനെ കുലുങ്ങിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ച്, ശരീരം ഇളക്കിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാല്, അദ്ദേഹം പറഞ്ഞു, ലാ യജൂസു ഹാദൽ ഹറക ഇൻദൽ ഖിറാഅ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള ഈ ഹറക്കത്ത് അത് ജായിസല്ല. ഇന്ദ തിലാവത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഔ ഇന്ദ ഇസ്തിമാഇൽ ഖുർആൻ, അതേപോലെ തന്നെ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ, അൽ ഹറക മനഹി മനഹ, ആ സന്ദർഭത്തിൽ ഹറക്കത്ത് എന്നുള്ളത് വിരോധിക്കപ്പെട്ടതാണ്. തെളിവ് എന്താണ്? ലിഖൗലിഹി തആല, തെളിവ് അല്ലാഹുവിന്റെ ഖൗലാണ്. ഇദാ ഖുരിയൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു, ഇതാണ് അതിന്റെ തെളിവ്. അതുകൊണ്ട് ഇൻസാത്ത് എന്ന് പറഞ്ഞാൽ, ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ പറഞ്ഞു, ഇൻസാത്ത് ഖത്ഉൽ ഹറക, ഹറക്കത്ത് ഒഴിവാക്കലാണ് എന്ത് ഇൻസാത്ത് എന്ന് പറഞ്ഞാൽ. നേരത്തെ അതിന്റെ വിശദീകരണം സഅദിയുടെ തഫ്സീറിൽ നിന്ന് എടുത്ത് വായിച്ചത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അതേ കാര്യമാണ് ഇവിടെ ആര് പറയുന്നത്? ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ പറയുന്നത്. ചലിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇൻസാത്ത്. അൽ ഇൻസാത്ത് ഖത്ഉൽ ഹറകതി ലിഅന്നൽ ഇൻസാന ഇദാ തഹറക ഇൻശാല, കാരണം ഒരാൾ ചലിക്കുകയാണെങ്കിൽ, ഒരാൾ ഇളകുകയാണെങ്കിൽ ഇൻശാല അയാൾ അതിൽ വ്യാപൃതനായി എന്നുള്ള എന്റെ അർത്ഥം. അതുകൊണ്ട് ഫഹുവ യുൻസിത്, അവൻ ഇൻസാത്താണ് വേണ്ടത്. ഇൻസാത്ത് ബിമഅന അന്നഹു യസ്തമിഉ ബി ഉദ്നൈഹി വയസ്കുൻ ഫീ ജിസ്മിഹി, അവന്റെ ചെവികൾ കൊണ്ട് അവൻ ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവന്റെ ജിസ്മിന് സുക്കൂൻ ഉണ്ടാകുക എന്നുള്ളതാണ്, ഒരു അടക്കവും ഒതുക്കവും ഉണ്ടാകുക എന്നുള്ളതാണ്. വലാ യതഹറക്, അവൻ ചലിക്കാതിരിക്കുക എന്നുള്ളതാണ്. ലിയകൂന ഹാദാ അബ്ലഗു ബി തദബ്ബുരിൽ ഖുർആൻ, ഖുർആൻ ചിന്തിക്കാനും ഖുർആൻ ചിന്തിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് എന്താണ്? ഇങ്ങനെ ചലിക്കാതിരിക്കുക, ഇളകാതിരിക്കുക എന്നുള്ളതാണ്. അവിടെ ഖത്ഉൽ ഹറക, അവിടെ ഹറക്കത്തിനെ കട്ട് ചെയ്യലാണ്, അത് ഒഴിവാക്കലാണ് എന്ത് ഇൻസാത്ത്. ആര് പറയുന്നത്? ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ പറയുന്നത്. അത് മാത്രമല്ല, പിന്നെ അദ്ദേഹം പറയുന്നത് അത് ജൂതന്മാരിൽ നിന്ന് കടന്നു വന്നതാണെന്നുള്ളതാണ് അതിന്റെ അടുത്ത വോയിസ്. ഞാൻ എഴുതി വെച്ചത് ഇങ്ങനെ വായിച്ചതാണ്. ആരാ പറഞ്ഞത്? ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ. ഇതേ കാര്യം ലജ്നത്ത് ദായിമയുടെ ഫത്വയിൽ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ്. അതിന്റെ ആ ഫത്വ ഇവിടെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അവർ പറഞ്ഞതെന്താ വെച്ചാല് അത് ഖുർആനിനോടുള്ള അദബാണ്.
ഖുർആനോടുള്ള അദബാണ്, അള്ളാഹുവിനോടുള്ള പിന്നെ ഖുർആനോടുള്ള അദബുകേടാണ്, അള്ളാഹുവിനോടുള്ള അദബുകേടാണ്. ഖുർആൻ കേൾക്കുമ്പോൾ സിമാ ആണ്, ഇൻസാത്താണ് വേണ്ടത്. എന്നിട്ട് പറയുന്നത് വതർക്കുൽ ഹറകാതി വൽ അബസ് ലിയതഫറഗൽ ഖാരിഉ വൽ മുസ്തമിഉ ലിതദബ്ബുരിൽ ഖുർആനിൽ കരീം എന്നുള്ളതാണ് അവർ വിശദീകരിക്കുന്നത്. ആര്? ലജ്നത്ത് ദായിമയുടെ ഫത്വ. അപ്പൊ ഇങ്ങനെ വേറെയും ഉലമാക്കളുടെ ഫത്വകളിൽ ഞാൻ ഓരോ ഫത്വകളും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇവിടെ ഒരു സംഗതി ഉള്ളത് എന്താ വെച്ചാല്, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ള ഒരു വാചകം കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം 2 രൂപത്തിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദാ ഇൻ ജാഅ തിൽഖായിൻ ഫഹാദാ മാ ഫീഹി ബഅസുൻ. തിൽഖായി ആണെങ്കിൽ അതിന് കുഴപ്പമില്ല. ഇങ്ങനെ ശരീരമാട്ടിക്കൊണ്ട്, ശരീരം കുലുക്കിക്കൊണ്ട്, തലയൊക്കെ കുലുക്കിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നത് തിൽഖായി ആണെങ്കിൽ അതിന് വിരോധമല്ല. കാരണം ലിഅന്ന ബഅദ അന്നാസ് യസ്തഈനു മസലൻ ബിൽ ഹസ് അല തിലാവ. ചില ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അങ്ങനെ ഹജ്ജ് ചെയ്യാറുണ്ട്. ശരീരം കുലുക്കിക്കൊണ്ട് അല്ലെങ്കിൽ തല കുലുക്കിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. അപ്പൊ അത് തിൽഖായി ആണെങ്കിൽ വിരോധമല്ല എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? ഇബ്നു ഉസൈമീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ഇത് മാത്രം എടുത്തിട്ട് വായിക്കും. അതിന്റെ ബാക്കി ഭാഗം കൂടി ഞാൻ വായിച്ചു തരാം. അതിന് മുമ്പൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ തിൽഖായി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയുടെ തന്നെ വേറൊരു ദർസില് നമ്മൾ കേട്ടത് എന്താ വെച്ചാൽ, ഇവിടെ തിൽഖായി എന്നുള്ളതിന് അദ്ദേഹം വിശദീകരിക്കുന്നത് ചില ആളുകളുടെ ത്വബീഇ ആയിട്ടുള്ള രീതി ഉണ്ടാവും. അതെന്താ വെച്ചാൽ അവരുടെ ഒരു എന്താണ് പറയാ, ശീലം, ഒരു ആദത്ത്. ആ രൂപത്തിലാണെങ്കിൽ അതിന് ലാ ബഅസ് എന്നുള്ളതാണ് ഇബ്നു ഉസൈമീൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചില ആളുകൾ ഇപ്പോൾ നിസ്കാരത്തിലൊക്കെ ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ അവർ തല കുലുക്കിയിട്ടാണ്, തല ഇങ്ങനെ കുലുക്കുക അവർ. അതേപോലെ തന്നെ അവരുടെ കാലൊക്കെ ഇങ്ങനെ ഇളകലുണ്ടാവും. ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, അത് അവരുടെ ത്വബീഇയാണ്. അത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്നതല്ല. അവർ സംസാരിക്കുമ്പോൾ, അവർ നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ, അല്ലെ, ചില ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, അവരുടെ തല ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അവർ പോലും അത് അറിയുന്നുണ്ടാവില്ല. ചില ആൾക്കാർ അത് അവർക്ക് എന്താണ് ത്വബീഇയാണ്, അത് അവരുടെ ഒരു പിന്നെ രീതിയാണ്, ശൈലിയാണ്. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ അതിനെന്തെങ്കിലും ലാ ബഅസ് ഇല്ല എന്ന് ഇബ്നു ഉസൈമീൻ റളിയല്ലാഹു പറഞ്ഞിട്ട് പറയണം, അവിടെ നിർത്തിയിട്ടില്ല. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റളിയല്ലാഹു പറയാണ്, വൈൻ ജാഅ തഅബ്ബുദിയൻ ഫഇന്നഹു ലാ യജൂസ് വഹുവ ബിദഅത്തുൻ. ഇനി അതൊരാൾ കൂലി കിട്ടും, ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അങ്ങനെയാണ്, അത് അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അതൊരു കൂലി പുണ്യം കിട്ടുന്ന കാര്യമാണെന്നുള്ള രൂപത്തിൽ ഒരാൾ ചെയ്യുകയാണെങ്കിൽ, തഅബ്ബുദിയായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ബിദഅത്താണ്. എന്നിട്ട് അദ്ദേഹം പറയണ മഅദാലിക, അതോടൊപ്പം തന്നെ നഹ്നു നഹുസ്സുൽ ലദീന യഹ്തസ്സൂന തിൽഖായിയൻ, അങ്ങനെ ശീലമായിക്കൊണ്ട് ആടിക്കൊണ്ട് ഓതുന്ന ആളുകളോട് തന്നെ നമുക്ക് പറയാനുള്ള കാര്യം, അവരെ നമ്മൾ പ്രേരിപ്പിക്കുന്നു. അവരോട് നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, അൻ യുഅവ്വിദു അൻഫുസഹും അലാ തർക്കിൽ ഹസ്സ്. ആ ഹസ്സ് അവർ ഒഴിവാക്കണം, അതിനവർ ട്രെയിനിങ് ചെയ്യണം അത് ഒഴിവാക്കാൻ. കണ്ടോ, അല്ല അത് ജായിസാണെന്നുള്ളതല്ല പറഞ്ഞത്. അങ്ങനെ ത്വബീഇയായിട്ട് തന്നെ അങ്ങനെ പിന്നെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പോലും അറിയാതെ ആയിരിക്കും അവരത് ചെയ്യുന്നുണ്ടാകുക. അത് അവരുടെ ഒരു രീതിയാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ തന്നെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്, അയ്യുഅവ്വിദു അൻഫുസഹും അലാ തർക്കിൽ ഹസ്സ്. ആ ഹസ്സ് ഒഴിവാക്കാൻ അവർ ട്രെയിനിങ് നടത്തണം. അത് ഒഴിവാക്കാൻ, എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് അവർ ചിന്തിക്കണം. എന്നിട്ട് അത് മെല്ലെ മെല്ലെ ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം ലിഅന്നഹു ഖദ് യഖ്തദീ ബിഹിം ഗൈറുഹും വയദുന്നു അന്ന ഹാദാ അംറുൻ മശ്റൂൻ. കാരണം അവരങ്ങനെ തലളക്കി ഖുർആൻ ഓതുന്നത് കണ്ട, നിസ്കാരത്തിലാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ, അത് കണ്ടാൽ വേറുള്ള ആളുകൾ എന്ത് കരുതും, അത് ശറഅ് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് കരുതിയിട്ട് അവരും അതേപോലെ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ആരെങ്കിലും ത്വബീഇയായിട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ എന്ത് ചെയ്യണം, അത് അവർ ഒഴിവാക്കാനുള്ള പിന്നെ പരിപാടികൾ ചെയ്യണം എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ദർസ് നിങ്ങൾക്ക് ഓഡിയോ തന്നെ കിട്ടും. അപ്പൊ ഇതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇന്ന് ഈ ഒരു വിഷയം മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഏത്? ഖുർആൻ ഓതുമ്പോൾ അങ്ങനെ മുന്നിലേക്ക് പിന്നിലേക്ക് അല്ലെങ്കിൽ വലത് ഭാഗത്തേക്ക് ഇടത് ഭാഗത്തേക്ക് അല്ലെങ്കിൽ തല കുലുക്കുക, ഇതൊന്നും എന്തല്ല അതിന്റെ പിന്നെ രീതിയല്ലതൊന്നും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള രീതിയല്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുള്ള രീതിയല്ല. ഇൻസാത്താണ് വേണ്ടത്, ഇസ്തിമാ ആണ് വേണ്ടത്. അതിന് എതിരാണത്. അപ്പൊ അത് ഖുർആനോട് നമ്മൾ കാണിക്കുന്ന അദബുകേടാണ്. അദബല്ല, ഇത് അദബുകേടാണ്. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ചിന്തിച്ച് തഫക്കുറോടുകൂടി ഇരുന്നിട്ട്, ഇപ്പോൾ നേരത്തെ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ പറഞ്ഞതുപോലെ ആടുന്ന ഒരാളെങ്ങനെയാണ് ചിന്തിക്കുക, അയാളെങ്ങനെയാണ് അത് ശ്രദ്ധിക്കുക, ശരിക്കും അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ട് ഖുർആന്റെ ആയത്തുകൾ അതിന്റെ ലഫ്ളുകൾ ചിന്തിച്ചിട്ടിരിക്കണം എന്നല്ലേ, നിശബ്ദമായിട്ട് സാഗൂതം അത് ശ്രദ്ധിച്ച് ഇരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അദബ്. മറ്റത് അദബ് കേടാണ്. അപ്പൊ ഇത് എല്ലാവരും ചെയ്യുന്നുണ്ടെന്നുള്ളത് തെളിവല്ല. അപ്പൊ ഇതാണ് നമ്മൾ ഒന്നാമത്തെ വിഷയം. ഇനി വേറെ ഒരുപാട് വിഷയം